വടകര MDMA കേസിൽ മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ഷിൻഡോ ഷിബുവിനെ കുറിച്ച് പോലീസിന് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലുള്ള അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇന്ന് വൈകിട്ട് രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കും. ശരത് എസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത്, ഈ പ്രതികളിൽ നിന്ന് ഷിൻഡോയെ പറ്റി യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇയാൾ എവിടെയാണ്, മറ്റെങ്ങോട്ടെങ്കിലും കടന്നു എന്നടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇയാൾക്കായുള്ള തെരച്ചിൽ അതെങ്ങനെയാണ് ശരത്ത്? അതായത് ഈ കേസിൽ പ്രധാനമായും മുഖ്യപ്രതികളിലേക്ക് അന്വേഷണം എത്തിയില്ല എന്നുള്ളത്. അതായത് നിലവിൽ പിടിയിലായ പ്രതികളൊക്കെ തന്നെ ഈ സാമ്പത്തിക ഇടപാടിന് സഹായം നൽകിയവരാണ്. പക്ഷേ എവിടെ നിന്നാണ് ലഹരി എത്തിക്കുന്നത്, ആരാണ് ഇതിലെ ലഹരി ഇടപാടിന്റെ പ്രധാനികൾ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. എന്തായാലും വയനാട് സ്വദേശിയായ ഷിൻഡോ ആണ് മുഖ്യ കണ്ണികളിൽ ഒരാൾ എന്നുള്ളത് പോലീസ് നേരത്തെ കണ്ടെത്തിയതാണ്. പക്ഷേ ഇതുവരെ ഷിൻഡോയെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. നേരത്തെ രണ്ടുപേരെ ചോദ്യം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അധ്യാപികമാരായ കാവ്യയെയും നീഷ്മയെയും കസ്റ്റഡിയിൽ വാങ്ങിയത്. അങ്ങനെ 4 പേരെ ഈ കേസിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും മുഖ്യപ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ കേസിൽ ഇന്നിപ്പോൾ കസ്റ്റഡിയിലുള്ള കാവ്യ, നീഷ്മ എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയും ചെയ്യും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പ്രധാനമായും ഇവരിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് മുഖ്യപ്രതികളെ കുറിച്ചുള്ള കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെയാണ്. അതായത് എങ്ങനെയാണ് ഇവരുടെ ഇടപാട്, ആരൊക്കെയാണ് ഈ ലഹരി സംഘത്തിലെ പ്രധാനികൾ എന്ന കാര്യമാണ് പ്രധാനമായി അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. മാത്രമല്ല ഈ അധ്യാപികമാരടക്കം പ്രതികളായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ലഹരി കണ്ണിയുടെ ഭാഗമായിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. മറ്റൊന്ന്, ഈ കേസിലൂടെ ഈ ഇടപാടിലൂടെ ലഭിച്ച സാമ്പത്തികം അത് എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതാണ് പ്രതികൾ. അതായത് സ്വത്തുവകകളോ മറ്റോ വാങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു വരികയാണ്. അങ്ങനെ വസ്തുവകകളൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടുകെട്ടു നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കും. എന്തായാലും ഇന്നിപ്പോൾ 2 പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഇനിയിപ്പോൾ ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാത്തത് ഈ പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ പിടിയിലായ 5ാം പ്രതിയായ ജിജിൽ കുര്യാക്കോസ് ആണ്. ജിജിൽ കുര്യാക്കോസിൽ നിന്നാണ് നിർണായക വിവരം അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കാരണം മുഖ്യകണ്ണിയായ വയനാട് സ്വദേശിയുമായി നേരിട്ട് ബന്ധമുള്ളതും സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ നടത്തിയതിലും ഒരാൾ ജിജിലാണ്. അങ്ങനെ അക്കാര്യത്തിൽ ജിജിലിനെ ചോദ്യം ചെയ്താൽ വിശദമായി തന്നെ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ജിജിലിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കസ്റ്റഡിയിലുള്ള കാവ്യ, നീഷ്മ എന്നീ അധ്യാപികമാരുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഉടൻ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ശരി, എന്തായാലും മുഖ്യ പ്രതിയിലേക്ക് അന്വേഷണം എത്താനാകുന്നില്ല എന്നുള്ളതാണ്. ഷിൻഡോക്കായുള്ള അന്വേഷണം തുടരുകയാണ്. പോലീസിന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്.